നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റീഡിങ് ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി. പറയാണ് നിങ്ങൾക്കൊരു അനൗൺസ്മെൻറ്റ്. നാളെ നമുക്ക് ഈവനിങ്, ഓക്കെ, നാളെ വൈകിട്ട് ഒരു 7 മണിയുടെ അടുത്ത് നമ്മൾ റീഡിങ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നു കഴിഞ്ഞു. സോ ഇനി ആ ലൈവിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കില്ല, കാരണം ഓൾറെഡി കുറേ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് ആൻസർ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ സമയമാവും. സോ എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ റീഡിങ് കേൾക്കാൻ. ആക്ച്വലി ഞാൻ ലൈനിലാണ് ചെയ്തു പോകുന്നത്. സോ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ ഇട്ടത് നിങ്ങൾക്ക്, പക്ഷെ അത് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോകാറുണ്ട്. സോ നിങ്ങളൊന്ന് ഐ ഡോണ്ട് നോ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സോർട്ട് ചെയ്ത് നോക്കാം, കമൻസിന് സോർട്ട്, അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പേര് കൊടുക്കാനോ എന്തെങ്കിലും ഞാൻ ശ്രമിക്കാം. സോ നിങ്ങൾക്ക് റീഡിങ്സ് കാണാം. ഓക്കെ, ആൻഡ് പറ്റിയാൽ ഞാൻ നോക്കട്ടെ. അതിനെപ്പറ്റി ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് എനിക്ക് ചെയ്യാനുണ്ട്. ആൻഡ് ലൈവിൽ പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഇടയിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ എന്തെങ്കിലും ഇടയിൽ കൂടെ ഒരു ഗൈഡൻസോ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് സംസാരിക്കുക, കാര്യങ്ങളോ നോക്കട്ടെ പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ. എന്തായാലും ജോയിൻ ചെയ്യൂ. ബാക്കി നമുക്കപ്പോൾ കാണാം, മീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളപ്പോൾ റീഡിങ്ങിന് എന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടോ എന്നാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി, ഫ്രണ്ട്സ് കാര്യങ്ങൾ എടുക്കുന്നില്ല. ഓക്കെ, ഇത് സ്പെസിഫിക് ആയിട്ട് വേറൊരു വ്യക്തി, ഓക്കെ, ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ്. അതിപ്പോൾ ചെറിയ ഒരു ഫ്ലർട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, ഒരു ബന്ധമായാലും ശരി, പ്രോപ്പർ ഒരു മാരേജ് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ വേറെ വ്യക്തിയാണോ, ഫ്രണ്ട്, അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണോ എന്ന രീതിക്കാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കുറച്ച് കാര്യം നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കണ്ട ഓക്കെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, കാരണം ഇത് സ്പെസിഫിക് ആയിട്ട് അത്തരം ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന രീതിയിലാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് അവർ തമ്മിൽ എന്താ വരുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, ഓക്കെ, ഉണ്ട് എന്നുള്ള ആണോ വരുന്നത്, ലെറ്റ്സ് സീ. എന്തായാലും നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ, അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? 5 of Pentacles, Chariot card, Knight of Wands, Nine of Wands. ആക്ച്വലി എനിക്കങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി അല്ല അതിൽ വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നോ, എവിടെയോ എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായി കാണും. ഓക്കെ, എന്താ അറിയില്ല ഇന്നത്തെ എനർജി ഇങ്ങനെ വരുന്നത്. തേർഡ് പാർട്ടി ഉണ്ട് എന്നൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ മനസ്സിൽ ചോയ്സസ് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ എന്ന രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ മേ ബി പാസ്റ്റിൽ ഉണ്ടായി കാണാം എന്ന് പറഞ്ഞത്. എൻ്റെ ഇവിടെ 5 വൺസ് ഉണ്ട്, കോമ്പറ്റീഷൻ എന്ന രീതിക്ക് ഉണ്ട്. സോ മേ ബി പാസ്റ്റിൽ ഉണ്ടായി കാണാം. 5 and 5 നമുക്ക് ഒരു ചേഞ്ചിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്, ഒരു മാറ്റത്തിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇവിടെ ആക്ച്വലി ഇത് ലോസിൻ്റെയാണ്, ഇത് പ്രശ്നങ്ങളുടെയാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിലൊരു വഴക്കോ പ്രശ്നങ്ങളോ വന്നിട്ടും ഉണ്ടാവും. കാരണം ഇവിടെ പേഴ്സണൽ ലൈഫിൽ മേ ബി മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കാണും. ഓക്കെ, അവർക്ക് ആരെങ്കിലും ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒന്നോ, അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങൾ ലൈക്ക് ഈവൻ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടായി കാണാം. അപ്പം ഇവിടെ ഒരു ഇമോഷണലി ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് മാത്രം പറയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് പേഴ്സൺ ഇരിക്കുന്നത് 5 Pentacles ഫീലിങ്ങിലാണ്, അതായത് ഒരു ലോസ് എന്ന ഫീലിങ്ങിൽ ഇരിക്കുന്നുണ്ട്. സോ മേ ബി യെസ്, അവർക്ക് പാസ്റ്റിൽ ഒരു ബന്ധം ഉണ്ടായി കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ തനിച്ചാണ് എന്ന രീതിക്കാണ് കാണുന്നത്. പാസ്റ്റിലുണ്ടെങ്കിൽ തന്നെ എന്ത് തന്നെ ആയാലും ശരി, ഇപ്പോൾ അവർ തനിച്ചാണ്. ഓക്കെ, ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ശരി, പാസ്റ്റിൽ ആരെങ്കിലും വിട്ടുപോയതാണെങ്കിലും ശരി, ഇവിടെ എവിടെയോ അവർ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് അവർക്ക്. തനിച്ചായിപ്പോയി, എനിക്കാരും ഇല്ല കൂട്ട്, അല്ലെങ്കിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന രീതിക്ക് ഒരു ഫീലിങ്ങിലാണ് അവരിയ്ക്കുന്നത്. ഒരു ഇതിനെന്തോ എന്താ പറയുക, ഇമോഷണലി അവർ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലിരിക്കുന്നുണ്ട്. ഈവൻ ഫൈനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇമോഷണലിയാണ് ഞാൻ കൂടുതലും പറയുന്നത്. ഇമോഷണലി അവർ ഒറ്റയ്ക്ക് തനിച്ച് എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ 9 of Pentacles തന്നെ കൺഫേം ചെയ്യുന്നത്. ഇപ്പോൾ അവർ തനിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്, ഇൻഡിപെൻഡൻറ്റ് പറയാം. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ മുമ്പ് യെസ് ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായി കാണാം. ഓക്കെ, വേറെ ഒരു വ്യക്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ലൈഫിൽ ഉണ്ടായി കാണാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർ ഒരു ചോയ്സ് എടുത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന പോലെയാണ്.
അവർക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. നൈറ്റ് ഓഫ് വൺസ് എനർജി എന്ന് പറയുമ്പോൾ യെസ്, ഒരു അല്പം അവരൊരു ഫ്ലേട്ടിംഗ് എനർജി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഫ്ലേട്ടിങ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുക, ഒരു ജസ്റ്റ് ഒരു അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് എന്ന രീതിക്ക് അങ്ങനെയൊക്കെ മേ ബി അവർ ചെയ്ത് കാണാം. ഓക്കെ, പക്ഷെ എവിടെയോ ഇപ്പം അതിനൊക്കെ ഒരു തടസ്സം വന്ന പോലെയാണ് കാണുന്നത്. ഇപ്പം അതിനേക്ക് അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്, ബൗണ്ടറി വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മുമ്പ് അവർക്ക് യെസ് ഇങ്ങനെ ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പം അവരെ തന്നെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ കുതിര ചാടുന്നുണ്ട്, ഇവിടെ ഓടുന്നുണ്ട്. ഓക്കെ, സോ യെസ്, സോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് യെസ് മുമ്പ് അവർക്ക് ഒരല്പം എടുത്തുചാട്ടം ഉണ്ടായിരുന്നു, അവർക്ക് വെറുതെ ഫ്ലേട്ടിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുക, ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടായി കാണാം. പക്ഷേ ഇപ്പോൾ അവരെ തന്നെ ഒരു കൺട്രോൾ വെച്ച് ഫോക്കസ് വെച്ച് മുന്നോട്ട് പോകുന്ന പോലെയാണ്. ലൈഫിലേക്കുള്ള ഫോക്കസ് ആയിരിക്കാം, മേ ബി ഫൈനാൻഷ്യൽ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ അവരെ ലൈഫ് ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഏതും എടുക്കാം. ഇവിടെ ഒരു ബൗണ്ടറി എല്ലാത്തിലും വെക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവനവനെ ഒരു ബൗണ്ടറിക്കുള്ളിൽ വെച്ചിരിക്കുന്ന പോലെയാണ്. ആരും ഇങ്ങോട്ട് അടുക്കണ്ട കൂടുതൽ എന്ന് പറയില്ലേ, ആ രീതിക്ക് നിൽക്കുന്ന പോലെയാണ്. ഇപ്പോൾ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന പോലെയാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, രണ്ടുമാവാം. സോ ആൻഡ് അഗെയിൻ ഇവിടെ 9 വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത് അവരെ സ്വന്തം കാര്യത്തിലേക്കാണ്, അവനവൻ്റെ കാര്യത്തിലേക്കാണ്. അവനവൻ്റെ ലൈഫ് മേ ബി ഫൈനാൻഷ്യൽ, അഗെയിൻ ഇവിടെയും ഫൈനാൻഷ്യൽ. സോ യെസ്, മേ ബി കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അവർക്ക് ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അവർക്ക് എനിക്ക് ഏണിങ് വേണം, അല്ലെങ്കിൽ ഞാനൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. 9 വന്നിട്ടുണ്ട്. സോ യെസ്, ഒരു സൈക്കിൾ ഇവിടെ എവിടെയോ കുറച്ച് എൻഡിങ്സ് വന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ചില കാര്യങ്ങൾ എൻഡായി പോയ പോലെ, മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പാസ്റ്റിൽ ഉണ്ടായി കാണാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ആ ഒരു എനർജി വരുന്നില്ല, തേർഡ് പാർട്ടി എനർജി. ഓക്കെ, ലവേഴ്സ്, യെസ്, പാസ്റ്റിലുണ്ടായിരുന്നു. ഓക്കെ ഗ്രേറ്റ്. നമ്മൾ പറഞ്ഞ കാര്യം വന്നു. ഓക്കെ, യെസ്, അവർക്ക് ചോയ്സസ് ഉണ്ടായിരുന്നു, ശരിയാണ്. അവരുടെ ലൈഫിൽ ചോയ്സസ് ഉണ്ടായിരുന്നു, വേറെ വ്യക്തികളുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റോ താല്പര്യമോ അട്രാക്ഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് തന്നെയാണ് ലവേഴ്സ് എനർജിയാണ് വന്നത്. പാസ്റ്റ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. സോ പാസ്റ്റിൽ അങ്ങനെ എന്തോ കാര്യം ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു കൺഫർമേഷൻ. ഓക്കെ, ഇപ്പോഴത്തെ എനർജിയിൽ തേർഡ് പാർട്ടി നൗ എവിടെയോ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഓ മൈ ഗാഡ്. ഇപ്പോൾ ശരിക്കും ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഒന്നേ പറയാനുള്ളൂ, ജസ്റ്റിസ് കാർഡ്. യെസ്, ഓക്കെ. ഇവിടെ പാസ്റ്റിൽ യെസ് അവർക്ക് എടുത്തുചാട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, എടുത്തുചാട്ടം ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ ക്യൂരിയസ് ആയിരുന്നു, ഇങ്ങനെ പലതും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പലതും അവർ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള എനർജിയൊക്കെ കാണുന്നുണ്ട് 7 ഓഫ് പെൻറ്റിക്കിൾസ്. ബട്ട് ഇപ്പോൾ എവിടെയോ എംപറർ ലെവലിലാണ് നിൽക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞാൽ വളരെ കൺട്രോൾഡ് ആയ ഒരു വ്യക്തി, വളരെ അവനവനെ കൺട്രോൾ വെക്കും, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, ഈഗോ എന്ന് മാത്രമല്ല, ഇത് നമ്മൾ പറയുന്ന അവനവനെ വളരെ കൺട്രോൾഡ് ആയിട്ട് വെക്കുക. അതായത് ഞാൻ തെറ്റൊന്നും ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തി. കാരണം എന്നെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള ജോലി സ്ഥലത്താണെങ്കിൽ മറ്റുള്ളവരെന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഞാൻ എല്ലാവരെയും മുമ്പിൽ ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, എനിക്ക് തെറ്റുകളൊന്നും പറ്റാൻ പാടില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, അവനവനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന വ്യക്തി. സോ അതാണ് 9 ഓഫ് വൺസും ഇതൊക്കെ പറയുന്നത്. എവിടെയോ അവനവനെ അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട് അവരിൽ. ഇപ്പം അവർ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവരുടെ ഒരു റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ റെസ്പെക്റ്റ് പോകരുത്, എൻ്റെ ഒരു സ്ഥാനമാനങ്ങളിൽ എനിക്ക് ഒന്നും പറ്റില്ല. മേ ബി അത് ജസ്റ്റ് സൊസൈറ്റിയുടെ കാരണമായിരിക്കാം, എന്നാലും അങ്ങനെ ഒരു മാറ്റം അവരിൽ വന്നിട്ടുണ്ട്. അവരൊരു ഗ്രോത്ത് അവർ സംഭവിച്ചിട്ടുണ്ട്, മെച്യൂരിറ്റി വന്ന പോലെ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റിസിൻ്റെ കാർഡ് ഉണ്ട്, ഞാൻ പറയാം. സോ ഇവിടെ അഗെയിൻ 7 ഓഫ് പെൻറ്റിക്കിൾസ്, 6 ഓഫ് പെൻറ്റിക്കിൾസ്. എവിടെയോ അവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയുന്നുണ്ട് ഇപ്പോൾ ദാറ്റ് അവർ വെറുതെ ഇതുവരെ എനർജി കളഞ്ഞത്. ഓക്കെ, പല സ്ഥലങ്ങളിൽ അവർ എനർജി കളഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വേറെ ഫ്ലേർട്ട് ചെയ്തു, വേറെ എനർജി എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, എവിടെയാണോ അവർ ഇതുവരെ എനർജിയൊക്കെ കൊടുത്തത് അതിലൊന്നും അവർക്ക് വേണ്ട തിരിച്ച് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും അവർക്ക് തിരിച്ച് ഒന്നും അവിടുന്ന് കിട്ടാത്ത രീതിയിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടെ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. 5 അഗൈൻ 5 3 5 ആണ് നമുക്ക് വന്നത്. സോ യെസ്, ചേഞ്ചസ്, മാറ്റങ്ങളുടെ കാര്യം കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദാറ്റ് ഞാൻ ഇതുവരെ എന്താണ് ഞാൻ ചെയ്തത്, ഓക്കെ, ഞാൻ ചെയ്തതിൽ തെറ്റുകൾ എന്തായിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഇവിടെ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. സോ അവർ എവിടെയാണോ ഇത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഇത് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓക്കെ, മേ ബി പുറത്ത് ആരോടെങ്കിലും വഴക്ക് പ്രശ്നങ്ങളോ ആവാം. ഇത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. അവർ മെൻ്റലി അവനവനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ്. ഒരു വല്ലാത്തൊരു കുറ്റബോധവും വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ എന്താണ് ഇത്ര കാലം എൻ്റെ ലൈഫിനെ വെച്ച് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ എവിടെയോ അവർ മാറ്റം
മാറ്റങ്ങൾ. നൈറ്റ് ഓഫ് പെനിക്കൽസ് ആണ്, ജസ്റ്റിസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവർ ആക്ച്വലി ഇപ്പോൾ സ്ലോ സ്റ്റെപ്സ് ഉണ്ട്. അവർ മാറ്റം എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ ഒറ്റയടിക്കുള്ളൊരു ചേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്ലോലി അവർ മാറിയതാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ട്രിഗർ ആയിട്ടായിരിക്കാം ഇപ്പോൾ അവർ ഒരു സ്റ്റഡി ആയിട്ടൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ മുന്നോട്ട് ലൈക്ക് ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെ അവർ കുറേ കൂടി സീരിയസ് ആയിട്ട് എടുത്ത്, കുറേ കൂടി ലൈഫിനെ സീരിയസ് ആയിട്ട് എടുത്ത്, അഗെയിൻ ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ചിലപ്പം ലൈഫിൽ അനുഭവിച്ച എന്തെങ്കിലും സ്ട്രെസ്, ടെൻഷൻ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ റിയലൈസേഷൻസ് വന്നിട്ടുണ്ടാവുക. അതായത് ഇനി ഞാൻ വേസ്റ്റ് ചെയ്ത സമയത്തിനെ കുറിച്ച് അവർ ചിന്തിച്ച പോലെയാണ്, അല്ലെങ്കിൽ എടുത്ത് ചാടി എടുത്ത തീരുമാനങ്ങൾ ചിലത് എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയി കാണും. അതിൽ നിന്നാണ് അവർ പഠിച്ചത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ അവർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റിസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അവരിപ്പോൾ ന്യായം, അവർക്ക് ഒരു പേടി വന്നിട്ടുണ്ട്. കർമ്മ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് കർമ്മ അവർക്ക് പഠിപ്പിക്കുന്നതായിരിക്കാം. ആൻഡ് ഇവിടെ വാവ്, ഇന്നത്തെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ശരിക്കും ഒരു തേർഡ് പാർട്ടിയുടെ എനർജി അങ്ങനെ വരുന്നത്, പക്ഷെ ഉണ്ടായിരുന്നു എന്നുണ്ട്. ആൻഡ് ഉണ്ടായിരുന്നത് വിട്ടുപോയി എന്ന രീതിയാണ്. മീൻസ് അതിൽ നിന്ന് അവർ മാറുന്നുണ്ട്. ഓക്കെ, ഫുള്ളി വിട്ടോ എന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മാറുന്നുണ്ട് അവർ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ സ്റ്റേജസ് ആയിരിക്കും. സോ ഇത് പക്ഷെ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത് എന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച്? ഓക്കെ, ഓ മൈ ഗാഡ്, സീരിയസ്ലി എവിടെയോ നിങ്ങളുടെ പേഴ്സൺ മുമ്പ് ചീറ്റിംഗ് ഉണ്ടായിരുന്നു. യെസ്, ഉണ്ടായിരുന്നു. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് പലതും മറച്ചിട്ടുണ്ട്. നിങ്ങളോട് പലതും അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും അവർ മറച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ട്. അവർ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യത്തിലും. പക്ഷേ സത്യങ്ങൾ ഓക്കെ അവർ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സത്യങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡായിരിക്കാം ഇത് കാണുന്നത്. ഇപ്പോൾ ലേഡീസ് ആവണം നിർബന്ധമില്ല, ജെൻസ് ആയാലും നിങ്ങൾ ഐ തിങ്ക് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവും. ദാറ്റ് ഇനി എന്നോട് കള്ളത്തരം പറ്റില്ല എന്ന രീതിയിൽ മേ ബി നിങ്ങളായിരിക്കാം സ്റ്റാൻഡ് എടുത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വേറെ ഓപ്ഷൻ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ ഞാനില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിലേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോഴാണ് പേഴ്സൺ മനസ്സിലാക്കുന്നത് വാല്യൂ. ഓക്കെ, അവരുടെ ശരിക്കും സന്തോഷം എന്താണ്, ശരിക്കും ഒരു ഫാമിലി എന്താണ്, ശരിക്കും ഒരു ഹാപ്പിനെസ് എന്താണ് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നത് ഐ തിങ്ക് അപ്പോഴാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർ തന്നെ മേ ബി ഞാൻ പറയില്ലേ, ചിലപ്പോൾ അവനവനോട് അവരൊരു ന്യായം ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നതായിരിക്കാം. അവനവനോട് സത്യങ്ങൾ പറയണം എന്ന രീതിയിൽ, അല്ലേ, നമ്മളൊരു ട്രൂത്ത്ഫുള്ളായിട്ട് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കണം എന്നൊരു ചിന്തയിലേക്ക് അവർ വന്നതായിരിക്കാം. ഇവിടെ എവിടെയോ ക്വീൻ ഓഫ് പെനിക്കൽസ് ഉണ്ട്. സോ നിങ്ങളുടെ ഭാഗത്തും അവരെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം, നിങ്ങളുടെ എനർജി അവരുടെ എനർജി. സോ എവിടെയോ നിങ്ങളും ഒരു വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ആക്ച്വലി കണ്ടോ, ഇവിടെ എവിടെയും എനിക്ക് ക്വീൻ ഓഫ് കപ്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് ആ എനർജി വരുന്നില്ല. സോ എവിടെയോ ഐ തിങ്ക് യൂണിവേഴ്സൽ എനർജീസിലുള്ള മാറ്റങ്ങളായിരിക്കും അതുണ്ട് എന്ന് ഞാനും പല അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. സോ അവരൊക്കെ എല്ലാവരുടെയും എനർജീസിലൊരു ചേഞ്ചസ് കാണുന്നുണ്ട്. സോ യൂണിവേഴ്സൽ എനർജീസ് എന്ന് പറയും. ഓക്കെ, അതൊരു മാറ്റം കളക്റ്റീവ്ലി എന്ന് പറയും, കളക്റ്റീവ് എനർജിയിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് ഫെമിനൈൻ എനർജീസ് കുറേ കൂടി പവർഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഈവൻ ജെൻസ് ലേഡീസ് എന്നുള്ള ഡിഫറൻഷിയേഷൻ അല്ല നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആരാണോ കൂടുതൽ ഇമോഷണൽ അവരെ ഉദ്ദേശിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ചേസിങ് നിൽക്കുന്നുണ്ട്. ആൻഡ് കുറേ കൂടി നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവിലേക്കും സെൽഫ് വാല്യൂ തിരിച്ചറിയുന്ന ലെവലിലേക്കും വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ മാറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണലും കാണുന്നത്. ഓക്കെ, സോ ആ ഒരു കളക്റ്റീവ് എനർജിയുടെ ചേഞ്ചുമാണ്. എന്ന് മാത്രമല്ല ഇവിടെ എവിടെയോ നിങ്ങളുടെ സത്യത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നുണ്ടാവും, നിങ്ങൾ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാമെന്നല്ല, നിങ്ങൾ അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട എന്ന രീതിക്ക് നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സോ യെസ്, ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്വയം ഓക്കെ, അതായത് അവർ ചെയ്ത അവനവൻ്റെ ഫേസ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അവരെത്ര എന്ത് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താലും അവനവൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു നമ്മൾ ഒളിച്ചോടാൻ പറ്റില്ല, അല്ലേ. സോ മേ ബി അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, സോ പാസ്റ്റിൽ നിന്ന് പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു മാറ്റങ്ങളുണ്ട് ഇവിടെ. സോ തേർഡ് പാർട്ടി ഇപ്പോൾ ഞാൻ എടുത്ത റീഡിങ് ഇതായിപ്പോയി. എനിവേ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പേഴ്സൺ ചേഞ്ച് ആവുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ അവർ ചൂസ് ചെയ്യുന്നത് പ്രോപ്പർ ഹാപ്പിനെസ് ആണ്. ഓക്കെ, അവർ പ്രോപ്പറായിട്ട് അതായത് ഒരു ഹാപ്പിനെസ് ലൈഫിൽ എന്താണ് ഹാപ്പിനെസ് എന്ന രീതിക്ക് ചിന്തിക്കുന്ന രീതിക്കും അതിനെ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ടുമാണ് എനിക്ക് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ വളരെ ലൈക്ക് നല്ല എനർജിയാണ്. അതായത് ഒരു പേഴ്സൺ സ്ലോലി സ്റ്റഡിലി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കുറച്ച് മെസ്സേജസ് ആയിട്ട് കൂടി നോക്കാം. ഇൻഫ്ലുവൻസസ്, അറ്റാച്ച്മെൻറ്റ്സ്, തേർഡ് പാർട്ടീസ്, പിയേഴ്സ്. നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ യെസ്, ഉണ്ടായിരുന്നു, ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ. ഓക്കെ, അതിപ്പോൾ ഒരു വേറെ പേഴ്സൺ എന്ന രീതിക്ക് എടുക്കാം, നമുക്ക് ഉണ്ടായിരുന്നു.
ഹാർട്ട് ഫോഗ്, മിക്സ് സിഗ്നൽ, ബ്ലോക്ക്ഡ് ഇമോഷൻ, മെസ്ഡപ്പ്. സി നിങ്ങൾ പേഴ്സണിന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് തെറ്റ്, അവർ ഒരുപാട് മെസ്സപ്പ് ചെയ്തു അല്ലേ, അവർ നിങ്ങൾക്ക് മിക്സ് സിഗ്നൽ തന്നു, അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നിട്ടില്ല. ഓക്കെ, അതൊക്കെ ഒരുപാട് മെൻ്റൽ ഫോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. മെൻ്റലി ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കാണുന്നുണ്ട് ഇവിടെ. റിട്ടേൺ, സെക്കൻഡ് ചാൻസസ്, ഓപ്പർച്യൂണിറ്റി, മേക്കിംഗ് അമെൻസ്. അതൊക്കെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് കഥ പറയുന്നത് സ്റ്റഡി ആയിട്ട് സ്ലോ ആയിട്ട് അവർ തിരിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, സോ അവർ പക്ഷെ ആ എഫേർട്ട് ഓക്കെ അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്താണ്. ഓക്കെ, ബട്ട് റിട്ടേൺ ഉണ്ട്, യെസ് അവർ തിരിച്ച് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മേക്കിംഗ് അമെൻസ്, അതായത് അവർ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നു, ജസ്റ്റിസ്, ന്യായം. ഫാൻറ്റസി, ഡേ ഡ്രീമിങ്, ഇമാജിനിങ്, ഫാൻറ്റസൈസ്. ഓക്കെ, സി അവരിപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചറാണ് അവർ ഇമാജിൻ ചെയ്യുന്നത്, അവർ ഒരുപാട് അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് യുനോ കോൺഫ്ലിക്റ്റഡ്, യെസ്, ഡിസിഷൻസ്, ഹോട്ട് ആൻഡ് കോൾഡ്, മൾട്ടിപ്പിൾ ചോയ്സസ്. തീർച്ചയായിട്ടും വേറെ പേഴ്സൺ ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് നമുക്ക് കാണുന്നത്. കെമിസ്ട്രി, അട്രാക്ഷൻ, സ്പാർക്ക്, പാഷൻ. നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സ്പാർക്ക് തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എല്ലാം വീണ്ടും ഒരു തിരിച്ച് സ്റ്റാർട്ട് ആവുന്ന പോലെയാണ്. അബാൻഡൻഡ്, യെസ്, നിങ്ങളെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാർഡ് 5 ഓഫ് പെൻറ്റിക്കിൾസ്, ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഓക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട പോലെയാണ് തോന്നുന്നത്, അവർക്ക് ആരും ഇല്ല എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് അവർ ലൈഫിൽ അങ്ങനെ ചില കാര്യങ്ങൾ അവർ ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അവർക്ക് ഇപ്പോൾ അബാൻഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോകരുതേ. ബ്ലഫ്, പ്രിറ്റൻഡിങ്, മാസ്ക്, എക്സാജറേഷൻ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചിട്ടില്ല, അവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന രീതിക്കുമാണ്. റണ്ണിങ്, യെസ്, നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി മാറാൻ ശ്രമിച്ചു അവർ. ഓക്കെ, ഗോസ്റ്റിംഗ് കാണുന്നുണ്ട്, ഡിസപ്പിയറിങ്. ഇടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും, നിങ്ങളോട് സംസാരിക്കും, പക്ഷേ നിങ്ങളൊന്ന് അറ്റാച്ച്ഡ് ആകുമ്പോൾ വീണ്ടും അവർ മാറിപ്പോവുക. ആ ചേസർ റണ്ണർ എനർജി ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ. ബൗണ്ടറീസ്, നോ ഡ്രോയിങ് ദ ലവ് ലൈൻ ഇനഫ്. സി 9 ഓഫ് വൺസ് ഞാൻ നേരത്തെ പറഞ്ഞു, അവരിപ്പോൾ ബൗണ്ടറി വെക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളിൽ നിന്നല്ല. ഓക്കെ, മേ ബി നിങ്ങളോടും ചിലപ്പോൾ ഇപ്പോൾ ഒരു അകൽച്ച ഉണ്ടാവും, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെല്ലാത്തിനും ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുകയാണ്. ഓക്കെ, എല്ലാത്തിലും ഒരു ബൗണ്ടറി വെക്കുകയാണ്, കാരണം അവർ ചെയ്ത ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്, ശരിയാക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ അവർ മേ ബി ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും ആ തേർഡ് പാർട്ടിയിൽ നിന്നും ഒക്കെ അവരൊരല്പം ബൗണ്ടറി വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്ന കാര്യമൊന്നും നമുക്ക് നോക്കാം. നിങ്ങളുമായിട്ട് വ്യൂവേഴ്സിനോട് വിഡ്രോൺ, ടൈം, സോറോ. സി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അല്പം ഓക്കെ വിഡ്രോൺ, ലോൺലി, വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ ഒറ്റപ്പെട്ട ഇപ്പോൾ ഇരിക്കുകയാണ്. ഓക്കെ, സിംഗിളായിട്ടിരിക്കുകയാണ്. ആക്ച്വലി അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഇപ്പോൾ ഇരിക്കുന്ന പോലെയാണ്, സ്വന്തം ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന പോലെയാണ്. നിങ്ങളുടെ അടുത്ത് ഒരല്പം അകൽച്ചെപ്പോഴും ഉണ്ടാവും, തേർഡ് പാർട്ടി ഒന്നും ഇല്ലെങ്കിലും. ഓക്കെ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ദാറ്റ് ഇപ്പോഴും തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പക്ഷെ അതുകൊണ്ടല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഇപ്പോൾ കാണുന്നത് അവർ സ്വയം അവനവൻ്റെ ഉള്ളിലേക്ക് വിഡ്രോ ചെയ്യുകയാണ്, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് വെയിറ്റിംഗ് സൈക്കിൾസ് മൊമെൻറ്റ്സ്. അവർ ആക്ച്വലി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ഡിവൈൻ്റെ ടൈം വരുമ്പോൾ അവർ തിരിച്ച് വരും എന്നും എടുക്കാം. കാരണം ഇവിടെ എവിടെയോ കുറച്ച് അവർ ഹീൽ ആവാനുണ്ട്, അവരുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ വരാനുണ്ട്. ഓക്കെ, ലോസ്, ഗ്രീഫ്, ഡിപ്രഷൻ. അവർക്ക് ഒരുപാട് ഇപ്പോൾ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്തു എന്ന രീതിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നായിരിക്കും, അവരുടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. അങ്ങനെയൊക്കെ ഓർത്ത് അവരിപ്പോൾ ഒരുപാട് ഗ്രീഫ്, ഡിപ്രഷനിൽ അവർ ഇരിക്കുന്നുണ്ട്. സോ ഒരു ഫൈനൽ കാർഡ് നമ്മുടെ വ്യൂവേഴ്സിന് പ്ലീസ്. ഫൈനൽ കാർഡ് ഇവരോട്, അവർക്കൊരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക? പ്ലീസ് ഗിവ് മീ 1 ഫൈനൽ കാർഡ്. അപ്പോളജി മതി. ഓക്കെ, സി ഞാനൊരു ഫൈനൽ പേഴ്സൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നോക്കിയത്. സി സോൾമേറ്റ്സ്, ഡീപ്പ് ലവ്, യൂണിറ്റി, കണക്ഷൻ, റിലീസിങ്, ലെറ്റിംഗ് ഗോ, മൂവിങ് ഓൺ. സി നിങ്ങളായിരിക്കാം വാക്കിംഗ് അവേ ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് റിലീസിങ്, ഫോർഗിവ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ ആയിരിക്കും പറയുന്നത്. നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഓക്കെ, അതിന് മാപ്പ് കൊടുത്ത് തൽക്കാലം മീൻസ് മനസ്സുകൊണ്ട് നിങ്ങളതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അവർ വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കുക, മനസ്സുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യുക, ഫോർഗിവ് ചെയ്യുക. ഇവിടെ അപ്പോളജി, യെസ്, പേഴ്സൺ തിരിച്ചു വരും. റിട്ടേൺ, സോറി, ഫോർഗിവ്നെസ്. ഓക്കെ, അവർ തീർച്ചയായിട്ടും തിരിച്ചു വന്ന, ആക്ച്വലി ഇവിടെ റിട്ടേൺ ഉണ്ടായിരുന്നു ഓൾറെഡി. ഓക്കെ, അവർ തിരിച്ചു വരും, ഞങ്ങളോട് മാപ്പ് പറയുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാം.
ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ബിസി ആവുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. പേഴ്സൺ വരുമ്പോൾ വരട്ടെ. ഓക്കെ, അത് കാത്തിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അവർ ചെയ്ത മിസ്റ്റേക്സ് അവർ തിരിച്ചറിഞ്ഞ് വരും. നിങ്ങൾ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ എന്തെങ്കിലും ഒന്നും കാര്യമില്ല. ഓക്കെ, പറയുന്നത് മനസ്സിലാക്കൂ. അവർ സ്വയം എപ്പോഴും അവനവൻ്റെ ഉള്ളിലേക്ക് പോയി അവനവൻ്റെ ഉള്ളിലേക്ക് എപ്പോൾ നോക്കുന്നോ അപ്പോഴേ ആ ഒരു ഹീലിംഗ് നടക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ പോയിട്ട് സമാധാനിപ്പിക്കാനും പോകണ്ട. അവർക്ക് വിഷമാണെന്ന് വിചാരിച്ച് സമാധാനിപ്പിക്കാനും നിങ്ങൾ പോകരുത്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഓക്കെ, അവർ ചെയ്ത കാര്യങ്ങളുടെ അവരനുഭവിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ വേണം വെച്ച് അവർ അനുഭവിക്കട്ടെ എന്ന് പറയരുത്. അങ്ങനെയല്ല, അവർ മനസ്സിലാക്കട്ടെ. ഓക്കെ, ലെറ്റ് യൂണിവേഴ്സ് ഷോ ദം, അത്രേ ഉള്ളൂ. നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പേഴ്സൺ തിരിച്ച് വരുമ്പോൾ വരട്ടെ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിങ്. നമ്മളുടെ വളരെ വിചിത്രമായ റീഡിങ് ആയിരുന്നു. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.